യെസ്. റോബർട്ട് കിയോസാക്കിയുടെ റിച്ച് ഡാഡ് പൂർ ഡാഡ്. ഈ പുസ്തകത്തിൽ നിന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. നമ്മുടെ സ്വന്തമായിട്ടുള്ള വീട്, കാറും ഒക്കെ നമ്മൾ സാധാരണ അസറ്റ് ആയിട്ടാണ് കാണുക അല്ലേ? പക്ഷേ അതൊക്കെ ലാബിലിറ്റീസ് ആണ് എന്നുള്ളതാണ്. നമ്മുടെ പോക്കറ്റിൽ നിന്ന് പണം എടുക്കുന്നതെന്തോ അത് ലാബിലിറ്റീസിലാണ് പെടുത്തുക. നമ്മുടെ പോക്കറ്റിലേക്ക് പണം കൊണ്ടുവന്നിടുന്നത് അസറ്റിൽ വരും. അപ്പൊ വീടിനെ സംബന്ധിച്ചിടത്തോളം വീടുണ്ടാക്കാനും പിന്നെ അതിന്റെ മെയിൻ്റനൻസിനും ഒക്കെ ആയിട്ട് നമ്മൾ പണം അങ്ങോട്ട് ചെലവാക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഇങ്ങോട്ട് പണമൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ വീട് ഒരു ലാബിലിറ്റിയാണ്. അതേപോലെ തന്നെയാണ് കാറും. കാറിനും നമ്മൾ അങ്ങോട്ട് പണം ചെലവാക്കുകയാണ് ചെയ്യുന്നത്. കാറും വീടും ഒക്കെ അസറ്റ് ആണ് എന്ന് പറയുന്ന അക്കൗണ്ടിംഗ് റൂളിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഈ ഡെഫിനിഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മുടെ മണി മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡെഫിനിഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ വീട് തന്നെ നമ്മൾ മറ്റൊരാൾക്ക് റെന്റിന് കൊടുത്തിട്ട് റെന്റ് കിട്ടുന്നതാണ് എങ്കിൽ അത് നമ്മുടെ അസറ്റ് ആണ്. അതേപോലെ തന്നെ വണ്ടി നമ്മുടെ ബിസിനസ് ആവശ്യാർത്ഥം ഉപയോഗിച്ച് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ സഹായിക്കുന്നത് ആണ് എങ്കിൽ അതും അസറ്റ് ആയിട്ട് നമുക്ക് കൂട്ടാൻ പറ്റും. അപ്പൊ നമ്മുടെ ഓണർഷിപ്പ് അല്ല ഒരു സാധനം അസറ്റ് ആണോ ലാബിലിറ്റി ആണോ എന്ന് തീരുമാനിക്കുന്നത്, മറിച്ച് അതിന്റെ ക്യാഷ് ഫ്ലോ ആണ്. അതിൽ നിന്ന് നടക്കുന്നത് ക്യാഷ് ഔട്ട്ഫ്ലോ ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ലാബിലിറ്റി ആണ്. ക്യാഷ് ഇൻഫ്ലോ ആണെങ്കിൽ അത് നമുക്ക് അസറ്റ് ആണ്. അപ്പൊ നമ്മൾ വർഷങ്ങൾ ജോലി ചെയ്ത് അത്യാവശ്യം സേവിങ്സ് ഒക്കെ ആയി തുടങ്ങിയാൽ നമ്മൾ ലാബിലിറ്റീസ് വാങ്ങിക്കൂട്ടാനല്ല നോക്കേണ്ടത്, മറിച്ച് അസറ്റ്സ് വാങ്ങിക്കൂട്ടാനാണ്. പ്രത്യേകിച്ച് തുടക്കത്തിൽ. പിന്നീട് ആ അസറ്റിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഉപയോഗിച്ച് വേണം ലാബിലിറ്റീസ് വാങ്ങാൻ. ഇനി ഈ മണി മൈൻഡ് സെറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധാരണ കാണുന്ന ഒരു എക്സാമ്പിൾ പറയാം. ഒരാള് കുറെ വർഷങ്ങൾ ജോലി ചെയ്ത് ഒരു 50 ലക്ഷം രൂപ സേവിങ്സ് ഉണ്ടാക്കി എന്ന് വെച്ചു. ആ 50 ലക്ഷം രൂപക്ക് അദ്ദേഹം ഒരു വീട് വെച്ചു. സ്വന്തമായിട്ട് വീട് വെക്കുന്നത് വിൽക്കാൻ വേണ്ടിയിട്ടല്ല, അതാരും വിൽക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ആ പണം പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അത് ക്യാഷ് ഫ്ലോയുടെ പോയിന്റ് ഓഫ് വ്യൂ അത് ഡെഡ് ആയി എന്ന് പറയാം, അല്ലെങ്കിൽ അത് ലോക്കായി. ഇനി നമുക്ക് സേവിങ്സ് സീറോയിൽ നിന്ന് തുടങ്ങണം. അപ്പൊ ഇത്തരം അവസ്ഥയിൽ സാലറി വരുന്നത് സ്റ്റോപ്പ് ആയാൽ ഉള്ള അവസ്ഥ കൂടി നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. അദ്ദേഹത്തിന്റെ 50 ലക്ഷം സേവിങ്സ് വീടിന് വേണ്ടി ഉപയോഗിക്കുന്നതിന് പകരം അദ്ദേഹം 50 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി വാങ്ങുന്നു. അതിലൂടെ അദ്ദേഹത്തിന് മാസ വരുമാനമായിട്ട് 25,000 മുതൽ 30,000 വരെ രൂപ കിട്ടുന്നു എന്ന് വെച്ചോളൂ. ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഇവിടെ പണം ലോക്ക് ആയിട്ടില്ല. എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും നമുക്കത് വിൽക്കാൻ പറ്റും. മറ്റൊരു കാര്യം, അതിൽ നിന്ന് ക്യാപിറ്റൽ ഗെയിൻ വരുന്നുണ്ട്. നമ്മുടെ പണം അപ്രീഷിയേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മറ്റൊന്ന്, നമുക്ക് ക്യാഷ് ഇൻഫ്ലോ വരുന്നുണ്ട്, മാസ വരുമാനം വരുന്നുണ്ട്. ഇത്തരം ഒരു സാഹചര്യത്തിൽ നിന്ന് അദ്ദേഹം വീണ്ടും പണം സേവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ സീറോയിൽ നിന്നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം അദ്ദേഹത്തിന്റെ 50 ലക്ഷം അവിടെ ഉണ്ട്, അത് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടാതെ അദ്ദേഹത്തിന് മന്ത്ലി ഇൻകം കിട്ടുന്നുണ്ട്. അതെപ്പോ വേണമെന്നുണ്ടെങ്കിലും വിറ്റ് അദ്ദേഹത്തിന് എൻകാഷ് ചെയ്യാം. ഇത്തരം ആ ഒരു അവസ്ഥയിൽ അദ്ദേഹത്തിന് സാലറി സ്റ്റോപ്പ് ആയാലും മുമ്പുള്ള ബുദ്ധിമുട്ട് ഇപ്പോൾ ഉണ്ടാവാൻ പോകുന്നില്ല. ഇത് നൽകുന്ന പീസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത് വേറെ ലെവലായിരിക്കും. ഈ കേസിൽ വീട് അത്യാവശ്യമുള്ള ആളാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ലഭിക്കുന്ന മന്ത്ലി ഇൻകം ഉപയോഗിച്ച് റെന്റിന് ഒരു വീട് വാങ്ങാൻ പറ്റും. പക്ഷേ ഈ കേസിൽ നമുക്ക് വീട് ലഭിക്കുന്നില്ലല്ലോ, റെന്റിനല്ലേ താമസിക്കാൻ പറ്റൂ എന്നതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ തുടർന്നും വർക്ക് ചെയ്ത് സേവിങ്സ് ഉണ്ടാക്കുകയും നമുക്ക് ഈ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം സ്മാർട്ടായി ഇൻവെസ്റ്റ് ചെയ്ത് ഫണ്ട് കണ്ടെത്താനും അതിലൂടെ പെട്ടെന്ന് തന്നെ വീട് വെക്കാനും വേണമെങ്കിൽ സാധിക്കുന്നതാണ്. എന്നാൽ പിന്നെ ആദ്യത്തെ സേവിങ്സ് ആയ 50 ലക്ഷം ഉപയോഗിച്ച് വീട് വെച്ചിട്ട് പിന്നെ ലഭിക്കുന്ന സേവിങ്സ് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ പോരെ എന്നതാണ് നിങ്ങളുടെ ചിന്തയെങ്കിൽ പേഴ്സണൽ ഫൈനാൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിക്കുമ്പോൾ അത് അത്ര ശരിയായ ചിന്തയല്ല. കാരണം അസറ്റ് നമ്മൾ എത്ര നേരത്തെ വാങ്ങുന്നോ അത്രയും നല്ലതാണ്. ലാബിലിറ്റീസ് നമ്മൾ വൈകിപ്പിച്ചാലും വലിയ പ്രശ്നമില്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ സേവിങ്സ് നമ്മൾ വീടിന് വേണ്ടി ഉപയോഗിച്ച് പിന്നീട് നമ്മൾ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി സേവ് ചെയ്യാൻ വേണ്ടി വർഷങ്ങൾ ചെലവാക്കുമ്പോൾ അത്രയും വർഷത്തെ ക്യാപിറ്റൽ ഗെയിൻ അഥവാ അപ്രീസിയേഷൻ നമുക്ക് നഷ്ടമാകുന്നുണ്ട്. മന്ത്ലി ഇൻകവും നമുക്ക് നഷ്ടമാകുന്നുണ്ട്. അത് വളരെ വലിയൊരു നഷ്ടം തന്നെയാണ്. അതുകൊണ്ട് പ്രയോറിറ്റി കൊടുക്കേണ്ടത് അസറ്റ് വാങ്ങാനാണ്, ലാബിലിറ്റീസ് വാങ്ങാനല്ല. അസറ്റിന്റെയും ലാബിലിറ്റീസിന്റെയും കാര്യത്തിൽ ഇത്തരത്തിലൊരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് നിങ്ങൾ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് വേണമെങ്കിൽ നിങ്ങളുടെ റിട്ടയർമെന്റ് നിങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ വളരെ നേരത്തെയാക്കാനും നിങ്ങളുടെ പേഴ്സണൽ ഫൈനാൻസിൽ വലിയ പുരോഗതി കൈവരിക്കാനും സാധിക്കും. That's all for now. This is Salim signing off. Barakah in your wealth, peace in your hearts.